കുറഞ്ഞ ചിലവിൽ കൂടുതൽ മനോഹരമായ യാത്രകൾ, അതാണ് KSRTCയുടെ ടൂർ പാക്കേജുകൾ. അത്തരം നിരവധി യാത്രകൾ സംഘടിപ്പിക്കുന്ന KSRTCയുടെ വൈക്കൻ ഡിപ്പോയിൽ നിന്നും വെളുപ്പിന് 4:30 പുറപ്പെടുന്ന മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ. 4:30 പുറപ്പെട്ട് പിറവം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, നേര്യമംഗലം വഴിയാണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ റൂട്ട് പോകുന്നത്. 8 മണിയോടുകൂടി നേര്യമംഗലത്തെത്തി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരും. ഏകദേശം 10 മണിയോടുകൂടി നമ്മൾ മൂന്നാർ KSRTC ഡിപ്പോയിലെത്തും. തുടർച്ചയായുള്ള യാത്രക്കിടയിൽ ഫ്രഷപ്പ് ആകാൻ വേണ്ടിയാണ് നമ്മൾ മൂന്നാർ ഡിപ്പോയിൽ കയറുന്നത്. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് ഈ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലക്കം വാട്ടർഫാൾസിലേക്കാണ്. ഇരവികുളം നാഷണൽ പാർക്കിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ലക്കം വാട്ടർഫാൾസ്. കടുത്ത വേനലിലും ഇവിടെ നല്ലപോലെ വെള്ളമുണ്ടാകുമെന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലക്കം വാട്ടർഫാൾസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മറയൂരിലേക്കാണ്. ചന്ദനക്കാടുകൾക്ക് ഫേമസ് ആയ മറയൂരിലെ കാട്ടുപാതയിലൂടെ നമ്മൾ ഏകദേശം 1 മണിയോടുകൂടി നമ്മൾ മറയൂർ ടൗണിലെത്തും. നമ്മുടെ ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് മറയൂരിലാണ്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ നിരവധി വന്യജീവികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. മറയൂരിൽ നിന്നാണ് നമ്മുടെ ജീപ്പ് സവാരി ആരംഭിക്കുന്നത്. ഇനി ഏകദേശം 5 മണിക്കൂർ കാന്തല്ലൂർ റൂട്ടിലേക്ക് ജീപ്പ് സവാരിയാണ്. തേനീച്ചകൾ തേൻ സംഭരിച്ചു വെക്കുന്ന ഹണി റോക്കും, കാന്തല്ലൂരിലെ മനോഹരമായ ഒരു സ്ട്രോബെറി ഫാമും, ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഭ്രമരം വ്യൂ പോയിന്റും നമ്മൾ ഈ യാത്രയിൽ സന്ദർശിക്കും. ശർക്കരകൾക്ക് പേര് കേട്ട മറയൂർ ശർക്കര ഫാക്ടറിയും സന്ദർശിച്ച് നമ്മൾ അവസാന ലൊക്കേഷനായ മുരുകൻമലയിലെത്തും. 360 അളവിൽ മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന മുരുകൻമലയിൽ നിന്ന് ഒരു കിടിലൻ സൺസെറ്റ് ഒക്കെ കണ്ടാണ് നമ്മുടെ മടക്കം. അപ്പോൾ ഈ യാത്രയുടെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി.